ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഏതാ റൂം? വാസന്തി, ചെല്ല്. വരാൻ പറയട്ടെ സാർ. ആര്? വേണ്ട, ഞാൻ വിളിച്ചോളാം. ശരി സാർ. ഹലോ. ആ, ഒന്ന് വേഗം വാ വാസന്തി. ഓക്കെ. ഇത്ര പെട്ടെന്നോ? പറന്നു വന്നതല്ലേ. ഫോൺ വന്ന ഉടനെ ചിത്രയെ ചാർജ് ഏൽപ്പിച്ചിട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. വേറൊരു തമാശ അറിയോ? സേതുവട്ടിന് എന്ന് ഇവിടെ വന്ന് റൂം എടുത്താലും അവർ ഓരോരുത്തരും ചോദിക്കും, പോകുന്നില്ലേ 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 എന്ന്. അപ്പൊ അവരെല്ലാം നമ്മുടെ പാർട്ടിയാണല്ലേ? ആരുടെ പാർട്ടി ആയാലും. ഹായ്, അതിങ്ങ് തരൂ. അങ്ങനെ പെട്ടെന്ന് തരാനുള്ളതല്ല, ഒരു സന്തോഷ വാർത്തയോടൊന്നിച്ച് സമ്മാനിക്കാനുള്ളതാണ് ഈ സാധനം. എന്താ? നമ്മുടെ വിവാഹത്തിന് എന്റെ അമ്മ സമ്മതിച്ചു. നേരോ? ഈശ്വരാ, എന്റെ പ്രാർത്ഥനയാണ്. എന്റെ ഇതിരിക്കട്ടെ. നമ്മുടെ വിവാഹം നിശ്ചയിച്ച ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. ആ സേതുട്ടാ, ഇന്ന് വീട്ടിൽ വന്ന് അച്ഛനെ ഒന്ന് കാണണം. മൂപ്പൻ എവിടെ നിൽക്കുന്നു? നിൽക്കുന്നത് പഴയ സ്ഥലത്ത് തന്നെയാ. എങ്ങനെയും പിടിച്ച് തളയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കല്യാണത്തിന് എനിക്ക് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്തോ വ്യവസ്ഥകൾ? ആയിക്കോട്ടെ. ഒന്ന്, കല്യാണം കഴിഞ്ഞാലും ഇവളുടെ ഇപ്പോഴുള്ള ജോലി കളയരുത്. ജോലി കളയുന്നില്ല. ഇനിയുള്ളത് എന്റെ കാര്യമാണ്. അത് ഏറ്റെന്ന് പറഞ്ഞല്ലോ. അതും കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചിറക് മുളയ്ക്കാത്ത എന്റെ മകന്റെ കാര്യമാണ്. മോനെ രാജേഷേ, എടാ കുഞ്ഞേ. എന്താ അച്ഛാ? ഇതാണോ ചിറക് മുളയ്ക്കാത്ത മകൻ? എന്താ, ഒന്ന് കാണിച്ചു തരാവോ? ഇവൻ എവിടെയാ ചിറക് മുളച്ചിരിക്കുന്നത്? ഞാൻ ഉറവായിട്ടില്ലടോ. ഇവനെ നിങ്ങൾ പഠിപ്പിച്ച് കളക്ടറാക്കണം. എന്തോ? ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? എങ്കിലും ആലോചന ഇവിടെ തന്നെ വെച്ച് നിർത്താം. അച്ഛാ, പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. കളക്ടറാക്കുന്ന കാര്യം ഇവനും ഏറ്റു. എന്താ ഏറ്റില്ല മോനെ? ഏറ്റച്ച. ഉപകാരം. എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ഇല്ല, തീർന്നില്ല. മാസം തോറും ശമ്പളം കിട്ടിയാൽ ഇവളുടെ ശമ്പളം എന്റെ കയ്യിൽ കൊണ്ട് തന്നു. തന്നോ? ഓ, തന്നു. അതിൽ നിന്നും എനിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി തിരിച്ചു തരുന്നു. സമ്മതമാണോ? സമ്മതം. എങ്കിൽ പിന്നെ കല്യാണം നടന്നോട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കല്യാണ ചെലവ് അത് ഞാൻ ഏറ്റു. അസുതായി. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. പഴയ കാര്യങ്ങളൊക്കെ അറിയാതെ അങ്ങനെ ഓർമ്മിച്ചു പോയി. ഓഹോ, എത്ര പെട്ടെന്ന കാലം കടന്നു പോകുന്നത്. അതായിരുന്നോ? എന്താ എത്ര നോക്കാൻ? ഇന്ന് ലീവ് എടുത്തൂടെ വാസന്തി? അയ്യോ, ലീവോ? നല്ല കഥയായി. ലീവിന്റെ കാര്യം പറഞ്ഞ മാനേജറുടെ മുഖം ഒന്ന് കാണണം. ഓ, അയാളുടെ ഒരു മോഹം തൊഴിക്കണം. ഞാനാണെങ്കിൽ 2 ആഴ്ച സർക്കിട്ട് കഴിഞ്ഞ് വന്നതാ. ഭാര്യയോടൊന്നും മനസ്സ് കൊടുക്കുക സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ദേ, നുണ പറയുന്ന കേട്ടോ. ഇന്നലെ രാത്രി പിന്നെ എന്തായിരുന്നു? ഓ, മെനക്കേട്. ഏതായാലും ഒരു ഗുണം കിട്ടി. മക്കള് 2 ആയിട്ടും മനസ്സിപ്പോഴും. അതെ അതെ, അതിപ്പോഴും ഫസ്റ്റ് നൈറ്റ് തന്നെ നിൽക്കുക. ഓ സേതുട്ടാ, പ്ലീസ്, ഞാൻ ഇനി മേക്കപ്പ് ചെയ്യേണ്ടി വരും. സമയം പോയി. ഈ ഒരു കാര്യത്തിന് മാത്രം എക്സ്ക്യൂസ് പറയല്ലേ മോളെ? ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് ഓടി വരില്ലേ? അതിനൊന്ന് വൈകി കിട്ടണ്ടേ? ഡാഡി, ഞങ്ങൾ സ്കൂളിൽ പോന്നു. ഓഹോ. മമ്മി, ഞാനും പോന്നു. പോയിട്ട് വാ മോളെ. പഠിത്തമൊക്കെ എങ്ങനെ? നല്ലോണം പഠിക്കുന്നുണ്ട് ഡാഡി. മുത്തശ്ശിയുടെ ട്യൂഷനും ഉണ്ട്. അതെ അതെ, രണ്ടുപേരും കൂടി എന്നെ പഠിപ്പിക്കുക. മുത്തശ്ശി ഞങ്ങളെ മലയാളം പഠിപ്പിക്കും,
ഞങ്ങളും മുത്തശ്ശി ഇംഗ്ലീഷും പഠിപ്പിക്കും. കൊള്ളാമല്ലോ, അതൊരു നല്ല കൊടുക്ക വാങ്ങലാണല്ലോ. ഞാൻ ഇവരെ കൊണ്ടുവന്ന് സ്കൂളിൽ വിട്ടിട്ട് വരാം. അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടോ? ഇതെനിക്കൊരു ആശ്വാസമല്ലേ മോനെ. വാ മക്കളെ വാ. ഡാഡി ടാറ്റാ. മമ്മി ടാറ്റാ. ടാറ്റാ. മമ്മിയും ഡാഡി. വാസന്തിയായി ഈ വിളി വരെ പഠിപ്പിച്ചത്. അമ്മ എന്ന പദത്തിന്റെ അഴകും ഐശ്വര്യം എവിടെ കിടക്കുന്നു? നിന്റെ ഈ കമ്മി എവിടെ കിടക്കുന്നു? ഓ, ഞാൻ സഹിച്ചു. ആരാ അവിടെ ഒളിച്ചു കളിക്കുന്നത്? അകത്തേക്ക് വരാം. വരണം. ഇന്ന് എന്താണാവോ ഡിമാൻഡ്? എക്സ്കർഷനോ ടൈം ടേബിൾ ബുക്കോ? അവൻ പറയുന്നതിന് മുൻപ് ഇങ്ങനെ വാരിയാലോ? അവന് കോളേജിൽ പോവാൻ ബസ്സിൽ ഭയങ്കര തിരക്കാണെന്ന്. ഓഹോ, എന്നാ ഹെലികോപ്റ്ററിൽ പോട്ടെ. ഇപ്പൊ എന്റെ കൂട്ടുകാരെല്ലാം ബുള്ളറ്റിലാളിയാ വരുന്നത്. ആഹാ, അപ്പൊ താൻ മാത്രം സിമ്പിൾ ആയിട്ട് ബസ്സിൽ ചെന്നിറങ്ങുമ്പോ പെമ്പിള്ളാരൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കൂലേ? ഇതൊരു ചാൻസ് അല്ലേ? ഓ, ചാൻസ് എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അളിയൻ വരുമ്പോ പറയാൻ ഞാൻ പറഞ്ഞു. ശരി, ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ബസ്സിൽ തന്നെ പോ. അടുത്ത വർഷം നമുക്കൊരു ബുള്ളറ്റ് വാങ്ങിക്കാം. എന്താ? മതി അളിയാ, അടുത്ത വർഷം മതി. ആ, എങ്കിൽ അളിയൻ പോ. വരട്ടെ അളിയാ. പോയി വാ അളിയാ. പിന്നെ അവനൊരു ബുള്ളറ്റ് വാങ്ങിക്കൊടുക്കണം. ധൃതി വെച്ചാൽ ഒക്കുവോ വാസന്തി? നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും മിച്ചം വെക്കാൻ സാധിക്കുന്നുണ്ടോ? എന്തേ സാധിക്കാത്തത്? ഇവിടുത്തെ ചെലവിന്റെ കാര്യത്തെ പറ്റി നിനക്ക് എന്തെങ്കിലും പിടിയുണ്ടോ? ഈ വലിയ വീടിന്റെ വാടക, ആഹാരം, വസ്ത്രം, രാജേഷിന്റെയും കുട്ടികളുടെയും പഠിത്ത ചെലവ്, പിന്നെ നിന്റെ അച്ഛന് മാസം തോറുമുള്ള വിഹിതം, ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ എന്ത് മിച്ചം കാണും? എനിക്കറിയില്ല. അറിയണം. കുട്ടികൾ വളർന്നു വരികയാണ്. വരവറിഞ്ഞ് ചെലവാക്കിയാലേ അവർക്ക് വേണ്ടി നാളത്തേക്ക് എന്തെങ്കിലും കരുതി വെക്കാൻ പറ്റൂ. അതൊക്കെ സേതുവട്ടം വേണ്ട പോലെ ചെയ്താൽ മതി. ഒന്നിനും ഇവിടെ ഒരു കുറവും വരരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളൂ. പേടിക്കണ്ട, ഇത് ഞാനാ. അമ്മാവൻ എന്ത് വേണം? ഉയ്യോ, അമ്മാവനോ? ചങ്കി കുത്തുന്ന വിളി വിളിക്കാതെ മീനാക്ഷി. ഇതേ എണ്ണക്കേട് കൊണ്ടുള്ള നരയാ. അങ്ങോട്ട് മാറി നിൽക്ക്, എനിക്ക് മുറി തൂക്കണം. തൂത്തോ തൂത്തോ, അതിനെന്താ? അതിനു മുമ്പ് കുളിമുറി വന്നിട്ട് എന്റെ ഈ പുറമൊന്ന് തേച്ചതാ. അതിന് വേറെ ആളെ നോക്ക്. എന്റെ പൊന്നു മീനാക്ഷിയല്ലേ, നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്താ മീനാക്ഷി? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. എനിക്കിവിടെ ജോലിക്ക് കേൾക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ മര്യാദയാ. നീ വന്നിട്ട് 4 ദിവസമല്ലേ ഉള്ളൂ. വന്ന അന്ന് തന്നെ പോകേണ്ടതായിരുന്നു. എന്നാൽ ആ മനുഷ്യന്റെ സൂക്കേട് ഇന്ന് തീരും നാളെ തീരും എന്ന് കരുതി ഇതുവരെ നിന്നത്. സൂക്കേടോ? ഇവിടെ ആർക്കാ സൂക്കേട്? കൊച്ചമ്മയുടെ അച്ഛന് തന്നെ, അല്ലാതെ ആർക്കാ? ഒന്ന് പതുക്കെ പറ, സേതൂട്ടം കേൾക്കണ്ട. ആര് കേട്ടാൽ എനിക്കൊന്നുമില്ല. ഇങ്ങനെയുണ്ട് ഒരു വൃത്തിയുടെ മനുഷ്യൻ. എടീ, മര്യാദയ്ക്ക് സംസാരിക്കും. മര്യാദയോട് കാണിച്ചാലേ പറയും. എന്താ എന്താ? ആ, ഒന്നുമില്ല. ഇല്ലെന്ന് ആര് പറഞ്ഞു? കൊച്ചമ്മ എന്തിനാ വിളിക്കുന്നത്? ഈ കൊച്ചമ്മയുടെ അച്ഛൻ എപ്പോ കുളിക്കാൻ കയറിയാലും എന്നെ അകത്തേക്ക് വിളിക്കും. അയ്യോ, അതെന്തിന്? ഈ സേതുട്ട് അതിനപ്പുറം. നീ അടുക്കളയിലേക്ക് ചെല്ല്, ഞാൻ വന്നിട്ട് സമാധാനം ഉണ്ടാക്കാം. ഒരു സമാധാനം ഉണ്ടാക്കണ്ട, എനിക്ക് ഇവിടുത്തെ ജോലിയും വേണ്ട. അപ്പോ പുള്ളിക്കാരന്റെ പഴയ ഏർപ്പാടൊന്നും ഇതുവരെ നിർത്തിയിട്ടില്ല അല്ലേ വാസന്തി? സേതുട്ടന്റെ കാര്യം നോക്ക്. ഓ, ഇന്ന് വണ്ടിക്ക് സൂക്കേടായിരിക്കും. സൂക്കേടൊന്നുമില്ല, അവന്റെ ബാക്ക് ടയർ ഒന്ന് പഞ്ചറാ. ഇത് എവിടെങ്കിലും കൊണ്ട് കളയാവോ? സ്ഥലമെങ്കിലും ഒഴിഞ്ഞു കിട്ടിയേനെ. മോനെ സേതു, എന്താ ഇവിടെ എന്താ ഒരു ഒച്ചയും ബഹളവും ഒക്കെ കേട്ടത്? ആ വേലക്കാരി പെണ്ണ് പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്നില്ല. അതിന് വാസന്തി അവളെ ശകാരിച്ചതാ. ഓഹോ, അവള് പോയോ? ആ മീനാക്ഷി പോയില്ല, പോകും. ഓ, പോട്ടെ. അനുസരണയില്ലാത്ത ശവം. അല്ല സേതു ഈ സർക്കിട്ട് പോകുമ്പോ കൊച്ചു പെമ്പിള്ളേരെ കിട്ടുകയില്ലേ? കൂടിയാ 14, കുറഞ്ഞാ 12. ഇതിനിടയിലുള്ള പെമ്പിള്ളേരാകുമ്പോ വീട്ടുജോലിക്ക് നിർത്തിയാ നല്ല അനുസരണ ഉണ്ടാകും. അങ്ങനെ ഒരു പെണ്ണുണ്ട്. ഉണ്ടോ? കാണാൻ എങ്ങനെയാ? കാണാനൊക്കെ മിടുക്കിയ. അതെയോ? പക്ഷെ വയസ്സിന് അല്പം കുറവാണെന്ന്. എന്നാലും ഉദ്ദേശം എത്ര കുറയും? വെറുതെ എന്തിനാ ഉദ്ദേശം പറയുന്നത്? നമ്മുടെ ബിന്ദുമോളാ.
അപ്പോഴേ വേലു തന്റെ ഈ ചിഞ്ചിരത്തിന് പുറകിൽ നിന്ന് മാറ്റി നിർത്താമോ? എന്താ കാര്യം? താൻ ആശാൻ കേൾക്കാൻ വേണ്ടി മുക്കാനും മൂളാനും തുടങ്ങിയിട്ട് നേരം കുറയായല്ലോ. എടോ, അനാവശ്യം പറയരുത്. അനാവശ്യമാണോ? അവനെ പുറകിൽ നിർത്തിയിട്ട് മറ്റുള്ളവരുടെ കൈ നോക്കിച്ച് കളിക്കുകയല്ലേ താന്? ഈ സ്ഥാപനം എന്റെ വകയായി പോയി, അല്ലെങ്കിൽ എനിക്ക് മറുപടി പറയായിരുന്നു. ഉടക്കാതെ വേലു, ഉടക്കാതെ. ഉടക്കിയില്ലെങ്കിൽ അയാൾ പിന്നെ ഇങ്ങനെ ഉടക്കുപോലും ആകുന്നത്. പക്ഷെ ചിഞ്ചിലത്തിനെ മാറ്റി നിർത്തിയിട്ട് ഇനി കളിച്ചാ മതി. നേരെ അത് മതി. പറയുന്നത് പറയണ, വെറുതെ പേര് വിളിക്കാൻ വന്നിക്ക മാറിക്ക്. ആ കളി ആശാൻ വന്നല്ലോ. ഭജഗോവിന്ദം 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 മൂഢനിതാ. എടാ എടാ ചിഞ്ചിലെന്നാണോ? ഒന്ന് നിർത്തടാ. അവന്റെ ഒരു ആശാനെ എവിടെ ആയിരുന്നു ആശാനെ? കുറച്ചു നേരം കാത്തിട്ട് ഞങ്ങളങ്ങ് തുടങ്ങി. ഇരിക്കും. അതേ, ഇന്നെനിക്ക് ചെറിയൊരു വശത്തശക് പറ്റി. ഞാൻ അറിഞ്ഞു. ആ വേലക്കാരി മീനാച്ചി പോയല്ലേ? അത് വേലു എങ്ങനെ അറിഞ്ഞു? അവളെ വഴി വെച്ച് കണ്ടു. എടോ, പയ്യെ തിന്നാ പനയും തിന്നാമെന്നല്ലേ പ്രമാണം? ഒരാഴ്ച ഒന്ന് ക്ഷമിച്ചിട്ട് തുടങ്ങിയ പോലായിരുന്നു. എനിക്ക് അതിനുള്ള ക്ഷമ കിട്ടുന്നില്ല വേലു. ഈ ക്ഷമ കിട്ടാൻ എന്താ ഒരു വഴി? വഴിയൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. പക്ഷെ ജലമുണ്ട്. ഏറ്റു. എന്നാ കൊടു. വലുതോ ചെറുതോ? വലുത് തന്നെ പോരട്ടെ, ഇത്രയും പേരുള്ളതല്ലേ. എന്നാ പട്ട മതി. ഓ, മുട്ടിയാനായിട്ട് പട്ടയെങ്കിൽ പട്ട. എന്നാ എടാ, എന്റെ മോള് ജോലി ചെയ്തുകൊണ്ടാകുന്ന കാശാ, ബാക്കി ഇങ്ങോട്ട് തരണം. ഇതിലെന്തോ നാശന്റെ ബാക്കി? പോയാതെ വന്നാൽ കടം പറഞ്ഞേക്കാം. എന്റെ പൊന്നു കാണൂ, പട്ടസാപ്പി മാത്രം എന്റെ പേര് എഴുതിക്കല്ലേ. വേണമെങ്കിൽ ദേ ആശാന്റെ അല്ല, നിന്റെ പേര് എഴുതിച്ചോ. ആ, ഈ റൗണ്ട് കൂടി കഴിഞ്ഞിട്ട് എനിക്കും കൂടി ഒന്ന് കുത്തിയത്. ആശാനെ, ഈ പിച്ചാത്തി ഒന്ന് മാറ്റിക്കേ. ഓ, ഒന്ന് മാറ്റിക്കേ. മുത്തശ്ശി, ഞങ്ങള് ഡാഡിയുടെ കൂട്ടത്തിൽ വെളിയിലൊന്നും പോയിക്കോട്ടെ? അല്ല, ഇത് എവിടുന്നോ ഈ പുത്തനുടുപ്പൊക്കെ? ഡാഡി വാങ്ങിക്കൊണ്ടുവന്നതാ. നല്ല ഭംഗിയായിരിക്കുന്നു. ഞാൻ ഇവരുമായിട്ട് ഒന്ന് വെളിയിൽ പോയിട്ട് വരട്ടെ അമ്മേ. നല്ല കാര്യം മോനെ. എന്നും ഇവരിങ്ങനെ പള്ളിക്കൂടം വീടുമായിട്ട് കഴിയുകയല്ലേ. ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് വരൂ. മുത്തശ്ശി വരുന്നില്ലേ? മുത്തശ്ശി വന്നാ പിന്നെ ഇവിടെ ആരാ? മക്കള് പോയിട്ട് വന്നാ മതി. വാസന്തി വരുന്നില്ലേ മോനെ? ഹോട്ടലിൽ ചെന്ന് വാസന്തി കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ പോകൂ. പോയിട്ട് വാ. നടന്നു. പാവയ്ക്ക, വെണ്ടയ്ക്ക, വെള്ളരിക്ക, വഴുതനങ്ങ, കത്തിരിക്ക, മത്തങ്ങ. മത്തങ്ങ വരുന്നുണ്ട്. മത്തങ്ങയോ? അവരെല്ലാരും മത്തങ്ങ എന്നാ വിളിക്കുന്നത്. എന്നാ മക്കൾ അങ്ങനെ വിളിക്കരുത് കേട്ടോ. ഇല്ല ഡാഡി. അച്ഛനും മക്കളും കൂടെ അങ്ങോട്ടാ? ഒരു ചെറിയ സർക്കിട്ട്. കുഞ്ഞുങ്ങളുടെ അമ്മ വരുന്നില്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസം? ഹോട്ടലിലേക്ക് നമ്മളെ വിളിച്ചോണ്ടേ പോകൂ. അമ്മ എവിടെ? അപ്പുറത്തുണ്ട്. കേറ. പച്ചമ്മേ, നല്ല ഒന്നാന്തരം ചീര കൊണ്ടുവന്നിട്ടുണ്ട്. പട്ട് ചീര. ദേ, വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാ മാധവി? ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ആ ജോലിക്കാരി പെണ്ണെവിടെ പോയി? മീനാക്ഷി. അവളും പോയി മാധവി. അയ്യോ, പോയോ? അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ. മാധവി വന്നൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ അവളുടെ കാല് പിടിച്ചു പറഞ്ഞു. കേൾക്കണ്ടേ? ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോയി. ആ, എങ്കിൽ മൂപ്പിന്ന് കൈയിട്ട് വരാൻ നോക്കിക്കാണും. നാണക്കേടായെന്ന് പറഞ്ഞാ മതിയല്ലോ. കൊച്ചമ്മേ, ആ മനുഷ്യനെ ഇവിടുന്ന് ഓടിക്കാതെ ഇവിടെ വേലക്കാരികൾ വഴത്തില്ല. എത്ര എണ്ണത്തിന് ഞാൻ കൊണ്ട് തന്നു? ഒരെണ്ണം നിൽക്കുന്നുണ്ടോ? മാധവി എവിടെന്നെങ്കിലും ഒരുത്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ എന്റെ കാര്യമാണ് കഷ്ടത്തിലാകുന്നത്. ആട്ട് നോക്കട്ടെ. ഇനി ഒരുത്തിയുണ്ട്. ആളല്പം ചിമിട്ട. ഇങ്ങോട്ട് കയറി പിടിച്ചാ അങ്ങോട്ടും പിടിക്കും. പുള്ളിക്കാരനെ പോലുള്ളവർക്കേ അവളെ പോലുള്ളവർ തന്നെ വേണം. അവളെ ഞാനൊന്ന് കണ്ടു നോക്കട്ടെ. ആരായാലും ഒന്ന് വേഗം വേണം, ഇല്ലെങ്കിൽ ഞാൻ കൊഴിഞ്ഞു പോകും മാധവി. വിഷമിക്കണ്ട കൊച്ചമ്മേ, വഴിയുണ്ടാക്കാം. ബാബുമോൻ എന്തേ ആപ്പിള് തിന്നാതിരുന്നത്? അത് വീട്ടിൽ പോകുന്ന വഴി കാറ് വെച്ച് തിന്നാം. മോക്കിന് എന്താ വേണ്ടത്? ഒന്നും വേണ്ട ഡാഡി. മമ്മി, നമുക്ക് സാറ്റ് കളിക്കാം. കളിക്കാം. റെഡി. ഞാൻ എണ്ണാം. അത് വേണ്ട, ഞാൻ എണ്ണാം. ശരി, നീ എണ്ണ. ഡാഡി, ഡാഡിയും വാ. നിങ്ങൾ കളിക്ക്. ഡാഡി ഈ പൂക്കളുടെ കുറച്ച് അരി കിട്ടും നോക്കിട്ട് വരാം. റെഡി മോനെ? എണ്ണ. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. അപ്പൊ മമ്മി തിരിഞ്ഞെന്നോ, ഞങ്ങൾ വിളിക്കാം. ശരി. 1 2 3 4 5 6 7 8 9 10. സാറ്റ്.